ഹേ ഗായ്സ്, ഇന്ന് നമ്മളപ്പോൾ ഒരു ഹൗസ് ക്ലീനിങ് വീഡിയോ എടുക്കാൻ പോവാണ്. നമ്മൾ രണ്ടുപേരും ഉണ്ട്. നൈറ്റ് ഫ്രീ ആയിട്ടിരുന്നപ്പോൾ പ്രാൻസ്മുഖത്ത് നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. ഇല്ല, റൂമൊക്കെ ഭയങ്കര മെസ്സി ആയിട്ട് കിടക്കണേ. ഇതാണ്ടോ എല്ലാ സാധനവും ഇങ്ങനെ ഇതൊക്കെ സെറ്റ് അടിച്ചു വാരിയിട്ടേക്കോ. ഇനി ഇതെല്ലാം സെറ്റ് ചെയ്യണം. ഇത് ഒരു റൂമാണുള്ളൂ, പക്ഷേ നമ്മുടെ ഈ റൂം പുറത്തുനിന്ന് കാണിച്ചു കൊടുക്ക്. ഇത് കണ്ടോ, അടക്കെ നമുക്കൊന്ന് അടിച്ചു വാരി പുറത്തുനിന്ന് ഇങ്ങനെ കാണിച്ചു കൊടുക്ക്. കണ്ടോ, റൂം കണ്ടോ, ഭയങ്കര മെസ്സി ആയിട്ടായിരിക്കണം. എല്ലാ സാധനവും എല്ലാ സാധനവും വലിച്ചു വാരി, എല്ലാ സാധനവും എല്ലാ സാധനവും വലിച്ചു വാരി ഇട്ടേക്കുക. അളിയന്റെ പൂ, അളിയന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൂ കിടക്കുന്നുണ്ട്. അളിയന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നല്ലട്ടാ, തക്കു തന്നതെന്ന് പ്രത്യേകം പറയാൻ പറഞ്ഞു. ഇത് രണ്ടും തക്കു തന്നതാണ്. താങ്ക് യു. പ്രത്യേകം പറയാൻ പറഞ്ഞിട്ടുണ്ട് ഇത് തക്കു തന്നതാണെന്നുള്ളത്. അപ്പൊ തക്കു താങ്ക് യു. അങ്ങനെ ഹാള് കഴിഞ്ഞ് നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ റൂം. ഓ നോ, അത് വവ്വാലും കൂട്. അത് കഴിഞ്ഞ് നമുക്ക് അടുക്കളയും കൂടി സെറ്റ് ചെയ്തെടുക്കണം. അടുക്കളയിൽ പിന്നെ വലുതായിട്ട് ചെയ്യാറില്ല, എല്ലാ ദിവസം ക്ലീൻ ചെയ്യാറുള്ളതുകൊണ്ട് വലുതായിട്ട് ചെയ്യാനില്ല. അപ്പൊ അതാണ് നമ്മുടെ പരിപാടി. അപ്പൊ അത് നിങ്ങൾക്ക് കാണാം. അതെ, എല്ലാരും വരൂ ഗയ്സ്. ഞാനിപ്പോ ഇത് പണിയെടുക്കാൻ മൂടുവനെങ്കിൽ പാട്ട് വെക്കണം. പാട്ട് വെച്ചിരിക്കണം. എന്റെ JBL പട്ടി ഷോ മാത്രം. പാട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. വെച്ചോ, വെച്ചിട്ടുണ്ടെങ്കിൽ നീ പണിയെടുത്താൽ മതി, ഞാനിങ്ങനെ നടക്കും. അങ്ങനെ നടക്കാൻ മുട്ടാരി തല്ലൊടിക്കും. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ചെയ്യണം. അങ്ങനെ ഓരോ ടാസ്ക് കഴിഞ്ഞ് നമ്മളിപ്പോൾ കണ്ടോ റൂം സെറ്റ് ചെയ്തു, അടിച്ചു വാരി ക്ലീൻ ആക്കിയിട്ടു. അപ്പോൾ ഇത് കഴിഞ്ഞ് ഇപ്പോൾ ഇവിടെ എന്താ ക്ലീൻ ആയതുപോലെ ഇവിടെ ഒന്നും വലിയ സീനില്ലാന്നോ ഇല്ല. ഇതാണ്ടോ ഈ വീട്ടിൻ്റെ ഒരു പ്രത്യേകത എങ്ങനെച്ചിട്ടേ, ഈ വീട്ടിലെ എല്ലാ ഇതിലും എല്ലാ കർട്ടനിലും ഇങ്ങനത്തെ ഒരു ക്ലിപ്പ് ഉണ്ടാവും. അതിൽ നിന്നും അപ്പുറത്തേന്നും ഞാനിപ്പോൾ എടുത്തു വെച്ചോളൂ. ഇതിലാണ് ഇപ്പം കണ്ടത്. അവിടെ തന്നെ ഇരിക്കട്ടെ. ഇതൊക്കെ കാണിച്ച് പറ്റിച്ചാണ് കല്യാണം കഴിച്ചത്. കല്യാണം കഴിക്കാൻ നേരത്തെ ഞാൻ വിചാരിച്ചു ചേട്ടൻ സെറ്റപ്പ്, 2 വണ്ടി, ഹെൽമെറ്റ്. അത് പിന്നെ എങ്ങും പോയിട്ടില്ല. ഹിമാലയൻ വീട്ടിലിരിപ്പുണ്ട്, അതവിടെ തന്നെ ഇരിക്കും അനങ്ങാണ്ട്. പോണം എന്നാ അനിയൻ ഒരുത്തരുണ്ട്, ഞാൻ വിചാരിച്ച അവനെങ്കിലും കൊണ്ടുപോയിരിക്കും. ഇപ്പൊ ഇതാണ് നമ്മുടെ വണ്ടി. അവനും തന്തോയി പോയി. ഹേ ഗായ്സ്, അപ്പോൾ ഞാൻ വീഡിയോയുടെ ഇടയിൽ ഒരു കാര്യം പറയാം. ഇത് നമ്മൾ 5 ഫ്രാഗ്രൻസിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു കിറ്റാണ്. അതായത് നമുക്ക് റൂമിനൊക്കെ നമ്മൾ സാമ്പ്രാണി അല്ലെങ്കിൽ കുന്തിരിക്കൊക്കെ പുകയ്ക്കണ പോലെ അത്തറ് കടയുടെയൊക്കെ ഫ്രണ്ടിൽ ചെല്ലുമ്പോൾ കണ്ടിട്ടില്ല. അപ്പോൾ അതിങ്ങനത്തെ ഒരു പാക്കേജിലാണ് വരുന്നത്. ഇതിനകത്ത് 3 ഐറ്റംസ് വരുന്നുണ്ട്. ഈ ഒരു പാക്കറ്റ് ഫുള്ള് ചാർക്കോൾ, ഏകദേശം ഒരു 9-10 അടുത്തുണ്ട്. 10 അടുത്ത് ചാർക്കോൾ വരുന്നുണ്ട്. അതുപോലെ ഈ ഒരു പൗഡർ പോലത്തെ ഒരു സാധനമാണ് ഇതിന് സ്മെല്ല് കൊടുക്കണത്. ഇതിന് നമുക്ക് പല ടൈപ്പിൽ ഫ്രാഗ്രൻസ് അവൈലബിൾ ആണ്. അതിൽ ഞാൻ സെലക്ട് ചെയ്ത് ഒരെണ്ണം കേട്ടോ. ഇതിങ്ങനെ ഒരു അടപ്പിലാണ് വന്നത്. ഇങ്ങനെ ചോക്ലേറ്റ് ഇങ്ങനെ ചീകിയിട്ട പോലത്തെ ഒരു സാധനത്തിലാണ് വന്നത്. ഇതാണ് അതിന് ശരിക്കും നമുക്ക് സ്മെല്ല് തന്നെ സംഭവം. എനിക്ക് അങ്ങനെ വലിയ ആധികാരികമായി പറയാനറിയില്ല. ഇതാണ് ആ സംഭവം. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഈ സാധനം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം ഞാൻ എന്താ ഉദ്ദേശിച്ചെന്നുള്ളത്. ഈ വീട് പോലത്തെ ഒരു സാധനം കിട്ടും കേട്ടോ. ഇതിൻ്റെ അകത്ത് നമുക്ക് ചാർക്കോള്, അതിൽ നിന്നൊരു ചാർക്കോൾ എടുത്ത് വെക്കുക. ജസ്റ്റ് ഒന്ന് ലൈറ്റ് ചെയ്ത് കത്തിച്ചാൽ തന്നെ അത് ഫുള്ളായിട്ട് കത്തും. എന്നിട്ട് നമ്മളൊരു കുറച്ച് ഒരു പൗഡറില്ലേ, നമ്മൾ ആദ്യം കാണിച്ച ഈ പൗഡർ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൊക്കെ ഹോൾസ് ഉണ്ട്. ഈ ഹോൾസിൽ കൂടെ നല്ലപോലെ ഇങ്ങനെ പുക പോലെ വരും. ആ പുകയ്ക്ക് നല്ലൊരു ഫ്രാഗ്രൻസ് ആണ്. നല്ല വീട് മൊത്തം ഒരു പ്ലസൻറ്റ് സ്മെല്ലാക്കി വെക്കാൻ ഒരു ഇത്തിരി ഇട്ട് കഴിഞ്ഞാൽ തന്നെ പറ്റും. അപ്പോൾ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ 5 ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ മെൻഷൻ ചെയ്തേക്കാം. അതിനകത്തൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക. റീസണബിൾ ആയിട്ടുള്ള റേറ്റിൽ കിട്ടും. അപ്പോൾ നിങ്ങളെല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക. ഇനി ബാക്ക് ടു വീഡിയോ. അങ്ങനെ ഹാള് ക്ലീൻ ചെയ്ത് ഇനി അടുത്തത് നമുക്ക് ചെയ്യാനുള്ള ഇനി റൂമാണ്.
ആടെ റൂമും ക്ലീൻ ചെയ്യണം. ഹാള് ക്ലീൻ ചെയ്തു. അതിൻ്റെ ഇവിടെ അങ്ങനെയാക്കി ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തു. ഇനി ഇവിടെ മറ്റേ സ്റ്റാൻഡ് വരും കേട്ടോ, വാർണിഷൊക്കെ അടി സെറ്റ് ചെയ്യണം. ഡാഡിയാണ് പെയിന്റ് ചെയ്യണം. ഡാഡി പെയിന്റ് ചെയ്ത് സാധനം തന്നു കഴിഞ്ഞാൽ അവിടെ സെറ്റ് ചെയ്ത് ഇതൊക്കെ എല്ലാം മേളിലേക്ക് കയറും. ഇതാണ്ടോ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ നമ്മുടെ ഫോട്ടോസ് ആയിരിക്കും വെക്കണേ. ഇതാണ്ടോ ഇവിടെ ആണി അടിച്ച് വെച്ചേക്കണമെങ്കിൽ ഹെൽമെറ്റൊക്കെ ഇനിയുണ്ട്. ആകെ നമ്മൾ രണ്ടുപേരുള്ളൂ ഈ വീട്ടില്. മൊത്തത്തിൽ ഇവിടെ 6 ഹെൽമെറ്റ് കറക്റ്റാ. 6 ഹെൽമെറ്റ് ഉണ്ട്. അതിൽ 2 കാണാനില്ല. 2 ഒരെണ്ണം തന്നെ ഇവിടെ. ഒരെണ്ണം അവിടെ 1 2 3 4 2 അവിടെ ഉണ്ടായിരുന്നു. അത് കൊടുത്തു വിട്ടു. അതെ, ഒഴിവാക്കി. ഒരെണ്ണം കണ്ണന്റെ ഒരെണ്ണം കുഞ്ഞുണ്ണിയുടെ ആയിരുന്നു. ഇവിടെയും കൂടി ഉണ്ട്. റൂം അടിച്ചു വരിടാനുള്ളൂ. വേറെ അവിടെ ഓൾറെഡി നമ്മളെല്ലാം എല്ലാം സെറ്റ് ചെയ്തിട്ടേക്കോ. ഇവിടെ പെട്ടെന്ന് പൊടി കയറും കഴിച്ചു. ഇവിടെ പെട്ടെന്ന് പൊടി കയറും. എല്ലാ ദിവസവും അടിച്ചത്, എന്നാലും ഇവിടെ പൊടി വരും. എവിടെന്നാ പൊടി തന്നെ കൊടുത്തില്ല. 5 മാത്രം വർക്ക് ചെയ്യുന്ന ഫാൻ. ശ്വാസം മുട്ടിപ്പോ ഇടയ്ക്ക് രാവിലെ നിൽക്കുമ്പോൾ മൂക്ക് ഉണ്ടാവില്ല, ഒരു സൈഡ് മൂക്കടഞ്ഞു. അപ്പം ജോലിക്കിടയിൽ നമുക്ക് വിശ്രമവേളകൾ ആവശ്യമാണ്. 1/2 മണിക്കൂർ പണിയെടുത്ത 15 മിനിറ്റ് നമുക്ക് വിശ്രമിക്കണം. അപ്പോൾ ഇവിടെ ഇരുന്ന പാളയംകുടം പഴം ഞാൻ നിങ്ങൾക്കുള്ളവർക്ക് വേണ്ടി കഴിക്കാം. ജോലിയുടെ വെള്ളം കുടിച്ചില്ലെങ്കിൽ അമ്മ ചീത്ത പറയും. മമ്മി സീനാക്കും. നമ്മളെന്ത് ചെയ്യണം? വെള്ളം കുടിക്കണം. നിങ്ങൾക്ക് ഉണ്ടെന്നറിയാൻ പാടില്ല, എനിക്ക് ചെറിയ സംഭവമുണ്ട്. പുട്ടിലും പായസത്തിലൊന്നും പഴം കുഴിച്ച് കഴിക്കണം എനിക്ക് ഇഷ്ടമല്ല. പഴം കുഴിക്കുമ്പോൾ എനിക്ക് OCD വരും, ഞാൻ സീനാവും. എനിക്ക് എൻ്റെ മനസ്സിൽ വേറെ എന്ത് സാധനങ്ങളൊക്കെ വരും, എന്തൊക്കെയോ ബാഡ് തോട്ട്സ് വരും പഴം കുഴക്കാണുമ്പോൾ. ഇടയ്ക്ക് ഈ വായിലിട്ട് ചവയ്ക്കുമ്പോഴും വരും എനിക്ക് തിരിച്ചിങ്ങനെ നോക്കാനും. അതുകൊണ്ട് ഞാൻ ഒരുപാട് പഴുത്ത പഴം കഴിക്കില്ല, മീഡിയം പഴുത്ത കഴിക്കുള്ളൂ, അല്ലെങ്കിൽ പച്ച കഴിക്കുള്ളൂ. അടിച്ചു വരുന്ന അടിച്ചുവരക്കാർക്ക് ആൾക്കാർ വിചാരിക്കും ഇവിടെ വർഷങ്ങളായിട്ട് അടിച്ചു വരലൊന്നും ഇല്ലാന്ന്. പക്ഷെ ഇത് ജസ്റ്റ് ഒരു 3 ദിവസത്തെ പൊടിയാണ്. ഇനി ഞാൻ കുറച്ച് നേരത്തേക്ക് നമ്മളെ പച്ച വീട്ടിൽ പ്രശ്നേശാവും. ഇത് ആക്ച്വലി ഇത് അടിച്ചു മാറിയിട്ട് ജസ്റ്റ് 2 days ആയിട്ടുള്ളൂ. എന്താണോ ഇങ്ങനെയൊക്കെ പൊടി തന്നെ? പൊടിയല്ല, ഇതൊരു സൈസ് മാറാമ്പല പോലത്തെ ഒരു സാധനമാണ്. ശരിക്കും ഡീപ്പ് ക്ലീൻ ചെയ്തിട്ട് ഒരു 1-1.5 ആഴ്ചയായിട്ടുണ്ടാവും. എല്ലാ ദിവസവും അടിച്ചു വരാറുണ്ട്. പക്ഷേ ഈ സാധനം എന്താ വന്നതെന്നൊന്നും ചോദിച്ചാൽ എനിക്കറിയില്ല. അതിനുള്ള ബുദ്ധിയൊന്നും എനിക്കില്ല ഗൈസ്. ഇവിടെ മതിൽ പണിയാണ്. ഇനി ഇവിടെ കണ്ടോ ട്രെയിൻ പോകണമെന്നുണ്ട് കേട്ടോ. റെയിൽവേ ട്രാക്കിന്റെ തൊട്ടപ്പുറത്തോട് നിങ്ങൾ ഇടയ്ക്ക് നേരത്തെ നടക്കാൻ പോകുമ്പോ ട്രെയിൻ നോക്കി നിൽക്കുമായിരുന്നു. എന്നിട്ട് പേടിക്കുമായിരുന്നു ട്രെയിൻ പോണാണ്ട്. ഇവിടെ എനിക്ക് വെള്ളം കുടിക്കാൻ ഭയങ്കര മടിയാണ്. ഇപ്പം ഈ ഇടയായിട്ട് വലിയൊന്നും ഭയങ്കര മടിയാണ് വെള്ളം കുടിക്കാൻ. ഇങ്ങനെ ഒരു പാത്രത്തിൽ നിറച്ച് വെള്ളം കൊണ്ടുവന്ന് ഡൈനിങ് ടേബിളിൽ പുറത്ത് വെക്കുവാണെങ്കിൽ ഞാനും വെള്ളം കുടിക്കും, അവനും വെള്ളം കുടിക്കും. അവിടെ നിന്ന് എണീച്ച് അടുക്കളയിൽ വന്ന് വെള്ളം എടുത്ത് കുടിക്കാനുള്ള ആ ഒരു മടി ഓർക്കുമ്പോൾ വെള്ളം കുടിക്കില്ല. ഇങ്ങനെ ഒരു സാധനം അവിടെ കൊണ്ടുവന്ന് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തരും. ഇതാണ് നമ്മുടെ മെയിൻ പരിപാടി, പാത്രം കഴുകാൻ. അവർക്ക് മടിയാണ് പാത്രം കഴുകാൻ. മടിയല്ല, എനിക്ക് ഇഷ്ടമല്ല. കണ്ടേ കഴുകാറ്. വീട്ടിലാണെങ്കിൽ അമ്മയുടെ തലക്ക് വെക്കും, ബാക്കിയല്ല. എനിക്കാണെങ്കിൽ കറി വെക്കാൻ അറിയാത്തതുകൊണ്ട് പാത്രം കഴുകാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ആകെ അതിന് 4-3-7 പാത്രമുള്ളൂ. അതെ, 4-3-7 പാത്രം. ഞാൻ കഴുകാറില്ല എന്നല്ല കേട്ടോ, ഞാൻ കഴുകാറൊക്കെ ഉണ്ട്. പാത്രം കഴുകാൻ ഇത്ര ഡിമാൻഡാ? നിങ്ങൾക്ക് ആർക്കെങ്കിലും പാത്രം കഴുകാൻ? ഇപ്പൊ നിങ്ങൾ കമന്റ് ഇടും, ആണുങ്ങളാണോ പാത്രം കഴുകണേ? എന്താ ആണുങ്ങൾ കഴുകി വൃത്തിയാവും. ആണുങ്ങൾ കഴിക്കാനും സോപ്പൊക്കെ ഇങ്ങനെ പതഞ്ഞു വരും. ഒരു പ്രശ്നമില്ല. കയ്യില് വളിയില്ലാത്തോണ്ട് വളവിൽ പോയില്ല. നമ്മള് നോർമലായിട്ട് ഇരിക്കാം, ഇങ്ങനെ കഴുകി സപ്പോർട്ട് ചെയ്യാം. കെട്ടി കഴിഞ്ഞിട്ട് മറ്റേ ഫോണിൽ കയറി ഫോണും കണ്ട് സോഫ സെറ്റിൽ കയറിയിരുന്ന ഇതൊക്കെ നീ കുറെ നാളത്തേക്ക് പോകാനുള്ളല്ലേ. നേരത്തെ വീട്ടിലങ്ങനെ ആയിരുന്നു, വീട്ടിലൊന്നും ചെയ്യണ്ടായിരുന്നു. വീട്ടിലായിരുന്നപ്പോ എല്ലാം അമ്മേന്റെ തലച്ചോട്ടായിരുന്നു. നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് പരാതിയൊന്നുമില്ല, എല്ലാം ചെയ്തോളൂ. പാട്ടൊക്കെ പാടും. അവിടെ പണിയായതുകൊണ്ട് കുറച്ച് പൊടി പിടിച്ചിട്ടുണ്ട്. അപ്പം ഇനി അവർ പണി കഴിഞ്ഞിട്ട് നമുക്കിവിടെ ബാക്ക് വശമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വാഷിംഗ് മെഷീനൊക്കെ തുടച്ചെടുക്കാം. കണ്ടോ, ഇപ്പം ഇതാണ് നമ്മുടെ ഹോള് ഫുള്ള് നമ്മൾ നീറ്റാക്കി വെച്ചു. പിന്നെ വന്നിട്ട് ഈ റൂമ് നേരത്തെ കാണിച്ചു തന്ന പോലെ തന്നെ റൂമും എല്ലാം ക്ലിയർ ചെയ്ത് വെച്ചു. അപ്പം ഇങ്ങനെ അധികം ഇതിനകത്തേക്ക് അങ്ങനെ ആരും കയറാറില്ലാത്തത് കൊണ്ട് വലിയ പ്രശ്നമില്ല. നമ്മുടെ റൂമിലോട്ട് വരുവാണെങ്കിൽ ഫുള്ള് അടിച്ചു വാരി ക്ലീൻ ചെയ്ത് വെച്ചു. ഇനി ഈ ബെഡ്ഷീറ്റും പില്ലോ കവറും മാറ്റാം. ഇത് കുറച്ച് ദിവസമായി ഇട്ടിട്ട്, പിന്നെ പീരിയഡ്സും കൂടെ ആയതുകൊണ്ട് അതും കൂടെ കഴിഞ്ഞിട്ട് മാറ്റാമല്ലോ എന്ന് വിചാരിച്ചു.
അപ്പം ഇനി അത് മാറ്റണം. ഈ പായൊക്കെ മാറ്റി കട്ടിലൊക്കെ ഒന്ന് സെറ്റാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ റൂമും ക്ലീനാക്കി, കിച്ചണും എല്ലാം ക്ലീനാക്കി. അപ്പോൾ എല്ലാ പണിയും കഴിഞ്ഞ് ഇങ്ങനത്തെ കോട്ടിങ് ബെഡ്മ വിരിക്കാറുണ്ടോ? ഇതുമ്മ കിടന്ന് മൂത്രം ഒഴിച്ചാലും താഴ്ചക്കാവില്ല. നമ്മളല്ല കേട്ടോ, ചെറിയ പിള്ളേർ ബെഡ്ഷീറ്റ്. ഞാൻ എളുപ്പം നോക്കിയാൽ ബെഡ്ഷീറ്റ് വാങ്ങിക്കാറ്. അതെ, ഞാൻ വാങ്ങിക്കുന്ന ബെഡ്ഷീറ്റ് ഇപ്പം മറ്റേ സൈഡിൽ അലാസ്റ്റിക് ഉള്ള ബെഡ്ഷീറ്റ്. അപ്പം നമുക്ക് ജസ്റ്റ് പ്ലേസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മതി. പണ്ടത്തെ കൂട്ട് കട്ടിലിന് ചുറ്റും കിടന്ന് വിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഇടുക. ഇതിനകത്ത് ഇല്ലാട്ടാ, ഇതിനകത്ത് തലോണ കവറില്ല. തലങ്ങുണി തലങ്കുണി എന്ന് പറയുന്നത് ഞാനില്ല, കിങ്ങിണി. കിങ്ങിണിയുടെ കൂട്ടുകൂടിയാണ് ഇതൊക്കെ പഠിച്ചത്. തലങ്കുണി ജസ്റ്റ് സാധനം ഇങ്ങനെ എടുക്കാം, ഇവിടെ ഇങ്ങനെ വെക്കാം, ഇവിടെ വെക്കാം. ആറ്റം കൂടി വെച്ച് വലിച്ചിട്ട് കഴിഞ്ഞാൽ മൊത്തം സെറ്റ് ആവും. പ്രായത്തിന് മൂത്തവര് പറയണ നമുക്ക് കേൾക്കണം. നീ ആധാർ കാർഡ് കിട്ടിയതല്ലേ? നിനക്ക് എന്നെക്കാളും 3 വയസ്സിന് പ്രായമുണ്ടെന്നാണ് നിന്റെ അമ്മ പറഞ്ഞത്. ആ എനിക്കോ? നിന്റെ അച്ഛൻ്റെ ഫോട്ടോ ഇപ്പൊ സത്യത്തിൽ കണ്ടുണ്ടല്ലോ. നീ ഇങ്ങടെ ഉണ്ടായിരുന്നെങ്കിൽ ദണ്ഡിയാത്രയായിരുന്നു. അത് കട്ട് ചെയ്ത് കളയാം, ഇതൊക്കെ കട്ട് ചെയ്ത് കളയാം കേട്ടോ. കട്ട് നമ്മളിവിടെ നിന്ന് ഇങ്ങോട്ട് വലിക്കും. അവിടെയൊക്കെ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വലിച്ചിട്ട് അതേക്ക് ഇങ്ങോട്ട് തള്ളി കയറ്റും. നമ്മളെപ്പോഴും മേടിക്കുമ്പോൾ ഒരു സൈസ് മേളിൽ മേടിക്കണം, കറക്റ്റ് സൈസ് മേടിക്കരുത്. അല്ലെങ്കിൽ ഒരു സൈഡ് താഴ്ത്തും ഒരു സൈഡ് മേളിലൊക്കെ ആയിട്ടിരിക്കും. ഞാനിപ്പോൾ നല്ല വൃത്തിയായില്ലേ, നല്ല സുഖമാണ്. അപ്പോൾ അങ്ങനെ ലാസ്റ്റ് പരിപാടി കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ പരിപാടി നിർത്തണം. പില്ലോ കവറിന് വേറൊരു കവർ കൂടി ഇട്ടിട്ടാണ് നമ്മൾ പില്ലോ ഇടുന്നത്. അല്ലെങ്കിൽ എന്താ പ്രശ്നം പറയുക, തലവണയിലേക്ക് ഡയറക്റ്റ് നമ്മുടെ തലയിലുള്ള വെളിച്ചെണ്ണയും ചില വെള്ളത്തലോണകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, മറ്റേ ഇങ്ങനെ പാടായിട്ടിരിക്കണം. എനിക്ക് ഒട്ടും ഇഷ്ടമല്ല അത്. ഇങ്ങനെ കണ്ണി കണ്ടോടാ. പക്ഷെ പണ്ട് ഞാൻ അതൊക്കെ തന്നെ വെച്ചോണ്ടിരുന്നത്. ഇപ്പോഴാണ് ഇങ്ങനെ കൈ തുടങ്ങി. അതെ, വലുതായപ്പോൾ നമുക്ക് മറ്റേ OCD ഒന്ന് തുടങ്ങി നല്ലോണം. അപ്പം ഇന്ന് വെല്ലുണ്ണി സാറ് നമ്മളെ തലോണ ഇടാൻ പഠിപ്പിക്കും. തലോണ ഇങ്ങനെ ഇതാക്കുക, ഇങ്ങനെ ആക്കിയിട്ട് അറ്റം വരെ ആക്കി കൊടുക്കാം. അപ്പോൾ എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നൈസായിട്ട് വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ എൻ്റെ ബെഡൊക്കെ വെച്ചു, ബെഡ്ഷീറ്റൊക്കെ ഇട്ടു, ഇപ്പം നല്ല സുന്ദരനായി. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇവിടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഇപ്പം സമയം എത്ര മണി? 11 മണി കഴിഞ്ഞു. 11 മണി കഴിഞ്ഞു. പിന്നെ ഞാൻ കുളിക്കണം, നീയും കുളിക്കണം. ഞാൻ വൈകിട്ട് കുളിച്ചതാ. പക്ഷെ ഇപ്പം പണിയൊക്കെ എടുത്തതാ, പക്ഷെ നീ കുളിക്കണം. കുളിക്കൂല. അപ്പോൾ ഇവിടെ അടുത്ത അടി നടക്കണമെങ്കിൽ മുന്നേ ബൈ ബൈ ഉമ്മ.